അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ചിട്ടും മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. വിദ്യാർത്ഥികൾ പരിമിത സൗകര്യങ്ങളിൽ അധ്യയനം നടത്തേണ്ട ഗതികേടിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ അപകട സാധ്യതയും ഉണ്ട്. സ്കൂൾ മുറ്റത്ത് നിർമ്മാണ സാമഗ്രികളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതമാകുന്നുണ്ട്. ശതാബ്ദി പിന്നിട്ട മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചതിനാലാണ് 1975 നിർമ്മിച്ച കെട്ടിടം ബലപ്പെടുത്തി നവീകരിക്കുവാൻ തീരുമാനിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപേ കെട്ടിടം നവീകരണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. എന്നാൽ 50% നവീകരണ പ്രവർത്തനങ്ങൾ പോലും നടന്നിട്ടില്ല. നഗരസഭയുടെ 40 ലക്ഷം രൂപ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം നവീകരിക്കുന്നത്. നിലവിൽ ഓഫീസ് മന്ദിരവും ചെറിയ കെട്ടിടവും മാത്രമാണ് ഉപയോഗയോഗ്യമായിട്ടുള്ളത്. ഇവിടെയാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കുവാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കുട്ടികൾ നിലവിൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. കെട്ടിടത്തിൽ നിന്ന് പൊടിപടലങ്ങൾ ഉയരുന്നത് അധ്യയനത്തെ ബാധിക്കാതിരിക്കാൻ നെറ്റ് കെട്ടി തിരിക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ. PO